ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്ക് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത അളവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ചുരിദാറാണ്. ഈ ഒരു ചുരിദാറിൻ്റെ ഒരു അളവിനാണ് ഞാൻ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള നെക്ക് ഡിസൈനാണ്. ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവരൊന്ന് കണ്ടാൽ മതി. ഇതുപോലൊരു നെക്ക് ഡിസൈൻ, കാരണം നമ്മൾ എല്ലായ്പ്പോഴും ഒരേ രീതിയിലുള്ള നെക്കാണല്ലോ നൈറ്റിക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നത്. നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നൈറ്റിയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ശരിക്ക് നൈറ്റിയുടെ മെറ്റീരിയൽ അല്ല, ഇത് കുർത്ത മെറ്റീരിയലാണ്. ഇതിൻ്റെ താഴെ ഇതുപോലെ കണ്ടോ, അങ്ങനെ വർക്കൊക്കെ വരുന്നുണ്ട്. ഇത് നൈറ്റിയുടെ മെറ്റീരിയൽ അല്ല. കാരണം എനിക്കിത് കണ്ടപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 75 രൂപ, മീറ്ററിന് 75 രൂപ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി നൈറ്റി തയ്ക്കാം, ഒരു ഫ്രോക്ക് നൈറ്റി തയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ നോക്കാം. വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രോക്ക് നൈറ്റി എന്നുള്ള ആ ഒരു പേര് കേട്ടെന്ന് കരുതി ഫ്രോക്ക് നൈറ്റി നമുക്ക് കേൾക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെടുത്ത മെറ്റീരിയൽ നമുക്കിങ്ങനെ ടേബിളിൽ ഇങ്ങനെ വിരിച്ചിടുക. അതിനുശേഷം നമ്മൾ ചുരിദാറിനൊക്കെ മടക്കുന്ന പോലെ തന്നെ അതായത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇറക്കം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒന്നുകൂടെ നടുമടക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ മടക്കുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു ഭാഗത്തെ വർക്ക് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ആ ഒരു ഭാഗം ഇല്ലെങ്കിൽ സൈഡിലേക്ക് വരും. അതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെടില്ല. ഇതൊരു സൈഡിൽ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാൻ ആ ഭാഗം ഒഴിവാക്കി കൊടുത്തിട്ടാണ് ഇത് മടക്കി കൊടുക്കുന്നത്. വേണമെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ കട്ട് ചെയ്യണില്ല. അപ്പം ഇതുപോലെ തുണി നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ചുളിവുകളൊക്കെ നിർത്തിയിട്ട് ചിലപ്പോൾ ഉള്ളിലൊക്കെ തുണികൾ ഇങ്ങനെ മടങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ തൊട്ട് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് മടക്കിയിടണം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി വൃത്തിയാക്കി മടക്കിയിട്ടതിന് ശേഷം മാത്രം അത് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തുണികൾ മടങ്ങി കിടക്കുന്നുണ്ടാവും. അതൊക്കെ നോക്കിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എവിടെയും മടക്കൊന്നുമില്ല, ചുളിവൊന്നുമില്ല, ഉള്ളിൽ ചുളിവൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ അളവായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ചുരിദാറാണെന്ന് പറഞ്ഞല്ലോ, ആ ചുരിദാർ എടുക്കാം. ഈ ചുരിദാർ ഇതുപോലെ ഒന്ന് മടക്കുക. നമ്മുടെ ഫ്രണ്ടിലെ കഴുത്തുണ്ടല്ലോ അതൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മുടെ മാക്സിയുടെ മേലെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതാവുമ്പോൾ നമുക്ക് അത്രയും തുണിയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര തുണിയുടെ ആവശ്യം വരുന്നില്ല, കുറച്ചൊക്കെ മതിയാവും. കാരണം ഇത്രയും നമ്മൾ ഇറക്കെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞെറിവിട്ടിട്ടല്ലേ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തുണിയുടെ ഇത് കുറവാണ് വേണ്ടുള്ളൂ. ഒരു മാക്സിയുടെ ഫുള്ള് നമുക്ക് ഇറക്കം വേണ്ടല്ലോ. ഓക്കെ, പിന്നെ നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കഴുത്തിൻ്റെ ഇറക്കം എടുക്കണില്ല, കാരണം ഞാൻ ആൾറെഡി ഇവിടെ കഴുത്തിനോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഇത് ഫ്രണ്ട് കഴുത്താണ്. അപ്പോൾ ഈ കഴുത്തിന് എത്ര ഇറക്കമുണ്ട് അത്രയും ഇറക്കാണ് ഞാൻ എടുക്കുന്നത്. എന്നാലല്ലേ ഇത് നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് അടയാളപ്പെടുത്തിയിരിക്കാം കേട്ടോ.
നമ്മൾ ചുരിദാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ അടയാളങ്ങൾ കാണുന്നുണ്ടാവും, അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചുരിദാറിന് എങ്ങനെ അളവെടുത്ത് തയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇടാം. ഇപ്പോൾ ഇത് നമ്മൾ ചുരിദാർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അതുപോലെ തന്നെ അങ്ങ് വരച്ചെടുക്കാം. നമുക്ക് കറക്റ്റായിട്ടൊരു ചുരിദാർ കിട്ടണമെന്നേ ഉള്ളൂ. ചുരിദാറാണെങ്കിലും മാക്സി ആണെങ്കിലും കറക്റ്റായിട്ട് നമ്മുടെ ദേഹത്ത് കിടക്കുന്ന ഒരു ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ അടയാളപ്പെടുത്തുക. അതിൽ കുറച്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. ഒരു അരഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് 1 ഇഞ്ചോ നമ്മൾ കൂട്ടിയിട്ട് നമ്മുടെ ശരീരം ചിലപ്പോൾ നമ്മൾ തടിക്കും, ചിലപ്പോൾ നമ്മൾ മെലിയും, അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. 1 ഇഞ്ചോ 2 ഇഞ്ചോ വേണമെങ്കിൽ 1/2 ഇഞ്ചോ ഒക്കെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുത്താൽ വേണ്ടി കട്ട് ചെയ്താൽ മതി. പിന്നീട് നമുക്കത് ലൂസാക്കണമെങ്കിലും ടൈറ്റ് ആക്കണമെങ്കിലൊക്കെ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഞാൻ കുറച്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഷേപ്പ് ഒന്നിട്ട് വരച്ചു കൊടുക്കാം. ഷേപ്പ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, കുറച്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഷേപ്പ് എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് എടുത്തിട്ട് ഇത് ഇങ്ങനെ നമുക്ക് എത്രത്തോളം ഇങ്ങനെ വീതിയിൽ കിടക്കണം അത്രത്തോളം ഇതിന് നമ്മളിതിങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് കറവ് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കട്ടെ. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തില്ലേ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കരുത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. നമുക്ക് എത്ര ഇറക്കാനുള്ളത് വെച്ചെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇതിങ്ങനെ തൂങ്ങും, ഇവിടെ ഈ സൈഡ് ഇങ്ങനെ തൂങ്ങിയ പോലെ ആവും. ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ചെറുതായിട്ടൊരു കറവ് കൊടുക്കുക. ചെറുതായിട്ട് കൊടുത്താൽ മതി, നല്ലോണം അങ്ങോട്ട് അംബ്രല്ല ഫ്രോക്കും പോലെ അങ്ങനെ കൊടുക്കണ്ട, ചെറുതായിട്ടൊരു കറവ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് മാർക്കിങ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമുക്ക് തയ്യൽ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലായിടത്തും മാർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് കട്ടിങ് കഴിഞ്ഞിട്ടാ. കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ താഴത്ത് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണ്ടേ, ഇവിടെ താഴെ കുറച്ച് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പം അതിനുള്ള പീസും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കൈയും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് ഇതിൻ്റെ കൈയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ കൈക്കുഴി, അതിൻ്റെ ആ ഭാഗം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മുടെ കൈ ഒന്ന് നോക്കാം. പിന്നെ എത്രയാണ് നമുക്ക് ഇറക്കാൻ വേണ്ടത് വെച്ചെങ്കിൽ അത്രയും ഇറക്കത്തിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമുക്ക് ആദ്യം നമുക്ക് എന്താ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടിലെ കഴുത്ത് കുറച്ച് ഇറക്കിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യമേ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കഴുത്തിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളിതിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, ഈ ഒരു ഉൾവശം എടുക്കുക. ഈ ഒരു ഉൾവശം എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതിൻ്റെ മേലെ വെക്കുക. ഈ ഒരു ഭാഗം എങ്ങനെ വെക്കേണ്ടതെന്ന് മനസ്സിലാവുന്ന വെച്ചെങ്കിൽ ഇതിനെ നല്ല വശം എടുക്കുക. ഇതിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ഇതിൻ്റെ ഉൾവശം, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കഴുത്തിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, ആ നല്ല വശം ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമുക്ക് ആദ്യം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. എന്നിട്ട് കഴുത്ത് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ആദ്യം ഒന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് കഴുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിങ്ങോട്ട് മറിച്ച് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ടിലേക്ക് ഈ നമ്മുടെ നൈറ്റിയുടെ നല്ല വശം ഉണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ വൃത്തിയിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ മേലെ തട്ടാത്ത വിധത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോരോ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ചിൻ്റെ മേലെ തട്ടരുത്. തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ നാശമാവും. അപ്പോൾ സ്റ്റിച്ചിൻ്റെ മേലെ തട്ടാതെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതങ്ങൾ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇത് പിടിച്ചിട്ട് ഇത് ഒന്നുകൂടെ ഇതിൻ്റെ ഒപ്പം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നിൽക്കും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്കിത് ഇവിടെ ചുറ്റുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഈ നമ്മുടെ നൈറ്റ് തയ്ക്കണ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിലിതൊന്ന് വെച്ച് പിടിപ്പിച്ച് വരിക നന്നായി സ്റ്റിച്ച് ചെയ്തിട്ട്. നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ നമ്മൾ മുൻപേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള നെക്ക് ഡിസൈൻ ഇതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡാണിത്. ഇനി ഇവിടെ വേറെ കട്ട് പീസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിനി ബാക്ക് സൈഡിൻ്റെ നെക്കിൻ്റെ അവിടെ ബാക്ക് സൈഡിലെ കഴുത്തുണ്ടല്ലോ ഈ ഒരു കഴുത്തിൻ്റെ അവിടെ വേറൊരു പീസ് വെച്ചിട്ട് തയ്ച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുക്കണം. പിന്നെ അതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് കഴുത്തിൻ്റെ വർക്കും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ടിലത്തെ ഭാഗവും ബാക്കിലത്തെ ഭാഗം കൂടി ഒരുമിച്ച് ചേർത്താണ് തയ്ച്ചു കൊടുക്കാം. ഷോൾഡറും ഷേപ്പും എല്ലാം കൂട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേ അപ്പോൾ നമുക്കിതൊരു കുർത്ത മുതലൊരു ടോപ്പായി. ഇത് ചുരിദാറിൻ്റെ ടോപ്പായി. ഇതിൻ്റെ അടിയിൽ അങ്ങനെ പ്ലീറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രോക്ക് നൈറ്റിയായി. അപ്പം ഇനി ഇതൊന്ന് നമുക്ക് കൂട്ടി തയ്ച്ചെടുക്കാം. അതിന് ഷേപ്പ് എല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.